നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹരിപ്പാട് കരുവാറ്റയിൽ വൃദ്ധനെ കൊലപ്പെടുത്തിയത് കൗമാരക്കാരുടെ സംഘമെന്ന് പോലീസ് കണ്ടെത്തൽ. കൊല്ലം സ്വദേശി ശിവൻകുട്ടിയെ കൊലപ്പെടുത്തിയത് പരവൂർ സ്വദേശികളായ 3 വിദ്യാർത്ഥികളും ശിവൻകുട്ടിയുടെ ബന്ധുവായ 13കാരിയും ചേർന്നാണെന്ന് പോലീസ്. ചേർത്തല റെയിൽവേ സ്റ്റേഷന് മുൻവശത്തെ ദേശീയപാത രൂപകൽപ്പന പ്രശ്നം ഉന്നതതല യോഗം വിളിച്ച് പരിഹാരം കാണാൻ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം. DPR പരിശോധിക്കാനും നിർദ്ദേശം. സമരം 18ാം ദിവസം പിന്നിടുന്നു. ലേബർ കോഡുകളിലെ തൊഴിലാളി വിരുദ്ധ വകുപ്പുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് BMS പ്രക്ഷോഭത്തിലേക്ക്. ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിലും ധർണയിലും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആലപ്പുഴ മങ്കൊമ്പിലാണ് സംഭവം. അമ്പലപ്പുഴ സ്വദേശി പ്രസന്നകുമാറിന്റെ കാറാണ് കത്തിയത്. ചേർത്തല സെൻട്രൽ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ സ്വാതന്ത്ര്യദിന പരിപാടി വേറിട്ടതായി. ഒരാഴ്ച നീളുന്ന വൈവിധ്യമാർന്ന പരിപാടിയാണ് ഒരുക്കിയത്. വാർത്തകൾ വിശദമായി. ഹരിപ്പാട് കരുവാറ്റയിൽ വൃദ്ധനെ കൊലപ്പെടുത്തിയത് കൗമാരക്കാരുടെ സംഘമെന്ന് പോലീസ് കണ്ടെത്തൽ. കൊല്ലം സ്വദേശി ശിവൻകുട്ടിയെ കൊലപ്പെടുത്തിയത് പരവൂർ സ്വദേശികളായ 3 വിദ്യാർത്ഥികളും ശിവൻകുട്ടിയുടെ ബന്ധുവുമായ 13കാരിയും ചേർന്നാണെന്ന് പോലീസ്. ഹരിപ്പാട് കരുവാറ്റയിൽ വൃദ്ധനെ കൊലപ്പെടുത്തിയത് കൗമാരക്കാരുടെ സംഘമെന്ന് പോലീസ് കണ്ടെത്തൽ. കരുവാറ്റയിൽ വാടകയ്ക്ക് താമസിച്ച കൊല്ലം സ്വദേശി ശിവൻകുട്ടിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ കൊല്ലം പരവൂർ സ്വദേശികളായ 3 വിദ്യാർത്ഥികളും ശിവൻകുട്ടിയുടെ ബന്ധുവുമായ 13കാരിയും പോലീസ് കസ്റ്റഡിയിൽ. പോലീസിന്റെ പ്രാഥമിക നിഗമനം പോലെ തന്നെ മോഷണത്തിനു വേണ്ടിയായിരുന്നു ശിവൻകുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. വീട്ടിൽ സ്വർണം ഉണ്ടെന്ന വിവരം ശിവൻകുട്ടിയുടെ ബന്ധുവായ 13കാരി ആൺസുഹൃത്തുക്കളെ അറിയിച്ചു. പെൺകുട്ടിക്ക് ഐഫോണും ആൺസുഹൃത്തിന് ബൈക്കും വാങ്ങാനാണ് മോഷണം ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു. ബന്ധുവായ പെൺകുട്ടിക്ക് ശിവൻകുട്ടിയോടുള്ള വൈരാഗ്യം കൊല ചെയ്യാൻ പ്രേരണയായതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പടിഞ്ഞാറെ വീട്ടിലെ ആള് മരണപ്പെട്ട് കിടക്കുന്നു, കൈയും കാലും കിട്ടിയ നിലയിലാണെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ ഈ അടുക്കളയുടെ വടക്കുവശത്ത ഒരു ഷെഡ് വർക്ക് ഏരിയയുടെ ഒരു ഡോറ് ഇവര് അടുത്ത് പണി ചെയ്ത ആളിനെ കൊണ്ടാണ് ഈ തല്ലിപ്പൊട്ടി അകത്ത് കയറി നോക്കിയപ്പോഴാണ് ഇങ്ങനെ കിടന്ന് കൈയും കാല് നോർമലായിട്ടുള്ള കെട്ടായിരുന്നു. കൈ വളരെ ശക്തമായിട്ട് കുറെ സമയം കെട്ടിയുള്ള കെട്ടാൻ, കഴുത്തിലും കെട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വിവസ്ത്രനായിട്ട് കിടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ശിവൻകുട്ടിയുടെ ഭാര്യയും മകളും പ്രസവ ചികിത്സയ്ക്കായി വണ്ടാനത്തായതിനാൽ ശിവൻകുട്ടി മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഈ സാഹചര്യം അവസരമാക്കി കഴിഞ്ഞ ശനിയാഴ്ച രാത്രി മോഷണത്തിനും കൊലപാതകത്തിനും പദ്ധതി തയ്യാറാക്കി. പെൺകുട്ടിയെ തൃപ്തിപ്പെടുത്താനായി വീഡിയോ കോൾ ചെയ്ത് കൊലപാതക ദൃശ്യങ്ങൾ ആൺസുഹൃത്തുക്കൾ കാണിച്ചുവെന്നും പോലീസ് പറയുന്നു. ഇന്നലെ പകൽ മുഴുവൻ ചോദ്യം ചെയ്തിട്ടും പെൺകുട്ടി ഒരു വിവരവും പോലീസുമായി പങ്കുവച്ചിരുന്നില്ല. രാത്രിയിൽ വനിതാ CAയുടെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിലും മൊബൈൽ ഫോൺ പരിശോധനയിലുമാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. കൃത്യം നിർവഹിച്ച 17 വയസ്സ് മാത്രം പ്രായമുള്ള 3 പേരെയും കൊല്ലം പരവൂരിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല റെയിൽവേ സ്റ്റേഷന് മുൻവശത്തെ ദേശീയപാത രൂപകൽപ്പന പ്രശ്നം ഉന്നതതല യോഗം വിളിച്ച് പരിഹാരം കാണാൻ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം. DPR പരിശോധിക്കാനും നിർദ്ദേശം. സമരം 18ാം ദിവസം പിന്നിടുന്നു. ചേർത്തല റെയിൽവേ സ്റ്റേഷന് മുൻവശത്തെ ദേശീയപാത 66ന്റെ നിർമ്മാണ രൂപകൽപ്പനയിൽ പ്രാദേശിക ആവശ്യങ്ങളും യാത്രക്കാരുടെ സുരക്ഷയും പരിഗണിക്കാത്തതുമായി ബന്ധപ്പെട്ട പരാതിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിർണായക ഇടപെടൽ നടത്തി. ആലപ്പുഴ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് പരിഗണിച്ച കമ്മീഷൻ സ്റ്റേഷന് മുൻവശത്തെ നിലവിലെ ഗതാഗത യാത്രാ പ്രശ്നങ്ങൾ ഗൌരവമുള്ളതാണെന്ന് വിലയിരുത്തി. പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനായി ദേശീയപാത അതോറിറ്റി, റെയിൽവേ, ജില്ലാ ഭരണകൂടം, ചേർത്തല നഗരസഭ ജനപ്രതിനിധികൾ എന്നിവരെ ഉൾപ്പെടുത്തി അടിയന്തരമായി ഉന്നതതല യോഗം ചേർന്ന് പ്രാദേശിക ആവശ്യങ്ങൾ പരിഗണിക്കാവുന്ന രീതിയിൽ ദേശീയപാതയുടെ രൂപകൽപ്പന പുനർപരിശോധിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണമെന്നും കമ്മീഷൻ ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. 2026 ഓഗസ്റ്റ് 18-ന് ആലപ്പുഴയിൽ നടന്ന ഹിയറിംഗിൽ ഹർജിക്കാരനായ ബെൻസിലാൽ, ചേർത്തല മുനിസിപ്പൽ സെക്രട്ടറി TK സുജിത്, ആലപ്പുഴ ജില്ലാ കളക്ടറുടെ പ്രതിനിധി തുടങ്ങിയവർ ഹാജരായി. നിലവിലെ രൂപകൽപ്പന മൂലം റെയിൽവേ യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ഉണ്ടാകുന്ന പ്രയാസങ്ങൾ പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകത ഹിയറിംഗിൽ ഉയർന്നുവന്നു. പ്രാദേശിക ജനങ്ങളുടെ ഗതാഗത ആവശ്യങ്ങളും സുരക്ഷയും മാനിച്ച് ദേശീയപാത നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ആവശ്യമായ പുനർരൂപകൽപ്പന സാധ്യമാക്കണമെന്ന കമ്മീഷന്റെ നിർദ്ദേശം ചേർത്തലയുടെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനുള്ള നിർണായക ഇടപെടലായി വിലയിരുത്തപ്പെടുന്നു. ചേർത്തല റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഉയരപ്പാതയും പോലീസ് സ്റ്റേഷന് മുന്നിൽ റാമ്പും വേണമെന്നാവശ്യപ്പെട്ട് നഗരസഭയുടെ നേതൃത്വത്തിലുള്ള സത്യാഗ്രഹ സമരം 18
18-ാം ദിവസം പിന്നിടുന്നു. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തണ്ണീർമുക്കം പഞ്ചായത്തും രംഗത്ത്. പഞ്ചായത്ത് പ്രസിഡന്റ് AK പ്രസന്നന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ ചൊവ്വാഴ്ച സമരത്തിൽ പങ്കെടുത്തു. ചേർത്തല റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പില്ലർ എവലേറ്റഡ് ഹൈവേയും പോലീസ് സ്റ്റേഷൻ ഭാഗത്ത് എൻട്രി എക്സിറ്റ് റാമ്പും നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നടക്കുന്ന റിലേ സത്യാഗ്രഹം 18 ദിവസം പിന്നിടുകയാണ്. ടൈം ന്യൂസ്, ആലപ്പുഴ. കായംകുളത്ത് വൻ മയക്കുമരുന്ന് വേട്ട. 30.45 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിലായി. കായംകുളത്ത് വൻ മയക്കുമരുന്ന് വേട്ട. കാറിൽ കടത്തിക്കൊണ്ടുവന്ന 30.5 ഗ്രാം MDMA-യുമായി യുവാവ് എക്സൈസിന്റെ പിടിയിലായി. കായംകുളം കൃഷ്ണപുരം സ്വദേശി 32 വയസ്സുള്ള B ഷൈജുവാണ് പിടിയിലായത്. കാറിൽ കടത്തിക്കൊണ്ടുവന്ന 30.450 ഗ്രാം MDMA-യും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു. ഇയാൾ ഏറെ നാളായി MDMA വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നുവെന്ന് എക്സൈസ് അറിയിച്ചു. 1 മാസത്തിനു മുൻപ് ഇയാളെ ആലപ്പുഴ എക്സൈസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ വളഞ്ഞെങ്കിലും അവരെ ഇടിച്ചു തെറിപ്പിച്ച് രക്ഷപ്പെട്ടിരുന്നു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ M മഹേഷിന്റെ നേതൃത്വത്തിൽ പ്രിവന്റീവ് ഓഫീസർ M റെനി, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ VK രാജേഷ് കുമാർ, T ജയേഷ്, WCO ആര്യാദേവി എന്നിവരാണ് പരിശോധന നടത്തിയത്. ടൈം ന്യൂസ്, കായംകുളം. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രാദേശിക മാധ്യമ ശില്പശാല ചേർത്തലയിൽ സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് TK IPS ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ലഹരി മാഫിയ കുട്ടികളെയും യുവാക്കളെയും ലക്ഷ്യമിടുന്ന സാഹചര്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് TK IPS. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ചേർത്തല പ്രസ് ക്ലബ്ബുമായി സഹകരിച്ച് സംഘടിപ്പിച്ച പ്രാദേശിക മാധ്യമ ശില്പശാല വാർത്താലാം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ ഏറ്റെടുത്തതിനു ശേഷം 600-ലധികം കേസുകളാണ് ആലപ്പുഴ ജില്ലയിൽ മാത്രം നമ്മൾ ഇതുവരെ ഡിറ്റക്ട് ചെയ്തിട്ടുള്ളത്. 600-ലധികം കേസുകൾ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലഹരി മരുന്നിന്റെ വ്യാപനം അത്രത്തോളം സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം കുഞ്ഞു കുട്ടികളിൽ വരെ ലഹരി മരുന്ന് മാഫിയ ടാർഗറ്റ് ചെയ്യുകയും അവരെ ഇതിന്റെ ഉപഭോക്താക്കളാക്കുകയും വിതരണക്കാരാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. പല സ്കൂളുകളിലും കുട്ടികളെ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സായിട്ട് മാറ്റാനുള്ള ശ്രമങ്ങളാണ് ലഹരി മരുന്ന് മാഫിയ ഏറ്റെടുത്ത് നടത്തിയിരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഞാൻ തലശ്ശേരിയിൽ വർക്ക് ചെയ്യുന്ന കാലഘട്ടം മുതൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഇവരെങ്ങനെയാണ് കുട്ടികളെ ഗ്രൂം ചെയ്ത് ഇതിലോട്ട് കൊണ്ടുവരുന്നത് എന്നുള്ളത്. കുട്ടികൾ പലരും അവർക്ക് ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിനെ പറ്റിയൊക്കെ അറിയാം. അവർക്കറിയാം അവർക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള രീതിയിലൊരു ധാരണ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഇതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളൊരു ഗൂഢ നീക്കം പല ലഹരി മരുന്ന് മാഫിയയിൽ ഇടപെട്ട ആൾക്കാരും നടത്തുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പം അതിനൊക്കെ വിളിച്ചു കൊണ്ടുവരാനും കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യാനും ഒക്കെ മാധ്യമപ്രവർത്തകർ സഹായിച്ചിട്ടുണ്ട്. പോലീസ് കൂടുതൽ ശക്തമായിട്ടുള്ള നടപടികളാണ് ഏറ്റെടുത്ത് വരുന്നത്. ഇപ്പോൾ സ്കൂൾ കാലഘട്ടം തൊട്ട് യുവാക്കൾക്കിടയിലും മറ്റ് മധ്യവയസ്കർക്കിടയിലും ഒക്കെയുള്ള ലഹരി മരുന്നിന്റെ വ്യാപനവും വിതരണവും ഉപയോഗവും ഒക്കെ തടയാൻ വേണ്ടി ശക്തമായിട്ടുള്ള നടപടികൾ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ പോലീസ് ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇനിയും അത് ശക്തമായിട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ലഹരി വസ്തുക്കളുടെ വിതരണം തടയുന്നതിനൊപ്പം ബോധവൽക്കരണവും ലഹരിക്കടിമപ്പെട്ട കുട്ടികളുടെ പുനരധിവാസവുമാണ് പോലീസ് ലക്ഷ്യമിടുന്നതെന്നും ഇതിൽ മാധ്യമങ്ങൾക്ക് സുപ്രധാന പങ്ക് വഹിക്കാനാകുമെന്നും ചടങ്ങിൽ സംസാരിക്കവേ SP പറഞ്ഞു. കുട്ടികളെ ഉപയോഗിച്ച് ലഹരി വിതരണം നടത്തുന്ന ശൃംഖല തകർക്കാൻ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ വഴി വലിയ മുന്നേറ്റമാണ് പോലീസിന് സാധ്യമാകുന്നതെന്നും ആലപ്പുഴ ജില്ലയിൽ മാത്രം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി 600-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുതാര്യവും നിഷ്പക്ഷവും സത്യസന്ധവുമായ മാധ്യമപ്രവർത്തനമാണ് ജനാധിപത്യ സംവിധാനത്തെ കൂടുതൽ ശക്തമാക്കുന്നതെന്ന് SP സൂചിപ്പിച്ചു. ജനാധിപത്യ സംരക്ഷണം, സത്യസന്ധത, പൊതുജന സുരക്ഷ എന്നിവയിൽ പോലീസിനും മാധ്യമങ്ങൾക്കും തുല്യമായ പങ്കാണുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തെറ്റായ വാർത്തകളും വ്യാജ പ്രചാരണങ്ങളും സമൂഹത്തിലുണ്ടാക്കുന്ന വിപത്തുകൾക്ക് തടയിടാൻ മാധ്യമങ്ങളുടെ കൃത്യമായ ഇടപെടലുകൾക്ക് സാധിക്കുന്നുണ്ട്. തലശ്ശേരി SP ആയിരിക്കുമ്പോഴും കൊല്ലം റൂറൽ SP ആയിരുന്നപ്പോഴും തന്റെ പ്രവർത്തനങ്ങൾക്ക് മാധ്യമങ്ങൾ വലിയ പങ്കാണ് വഹിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചടങ്ങിൽ PAB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ V പളനിച്ചാമി IAS അധ്യക്ഷത വഹിച്ചു. The third important, which I always tell nowadays, it is age of specialization. If you are not specialized, you are out of the race. If you are not specialized, you are out of the race. I've been narrating one of the important, the real incident took place in one of the places where my relative boy have a dentistry, it's artificial implant. He has a business for 2 crore. 2 crore, how many people? It's around 45 to 50 people are working. And I asked him, so how much you pay? He said he pay 5,000 to 50,000. It's a taluk level. The first question I asked, to whom you are paying 5,000? He said, the mechanical fellow is paying 5,000 rupees. So to whom you are paying 50,000? He said, the fellow has done just 10th standard. Can you compare what is the
deal here. Whether the education has to do anything to do with our salary, it is the person has a talent. It is a skill. Now, government also speaks about skill. Skill is a capital. എല്ലാ തൊഴിൽ രംഗത്തും പ്രാഗൽഭ്യത്തിനൊപ്പം അനുബന്ധ മേഖലകളിലെ നൈപുണ്യവും അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മാധ്യമ മേഖലയിലും ഇത്തരം നൈപുണ്യം വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വായിക്കാനും കേൾക്കാനുമുള്ള സമയവും ക്ഷമയും വളരെ കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ വാർത്തകൾ ലളിതമായും വ്യക്തതയോടെയും അവതരിപ്പിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഗവൺമെന്റിന്റെ വികസന പദ്ധതികൾ സമൂഹത്തിന്റെ അവസാന വ്യക്തിയിലേക്കും എത്തിക്കും വിധം മാധ്യമങ്ങളിൽ ഉചിതമായ സ്ഥാനം നൽകണമെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് നിർദ്ദേശിച്ചു. ശില്പശാലയിൽ വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസ് നയിച്ചു. അവബോധത്തിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക് യുവജനങ്ങൾക്കിടയിലെ ലഹരി ഉപയോഗത്തിനെതിരെ പോരാടാം എന്ന വിഷയത്തിൽ ആലപ്പുഴ നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പങ്കജ ഷൻബി, ആലപ്പുഴ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് സീനിയർ CPO നിസാർ VH എന്നിവർ ക്ലാസ് നയിച്ചു. ഇന്ത്യയുടെ ഹരിത സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന കയർ ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിൽ കയർ ബോർഡ് മാർക്കറ്റിംഗ് ആൻഡ് പബ്ലിസിറ്റി ഓഫീസർ തങ്കച്ചൻ VP ആശയവിനിമയം നടത്തി. AI അധിഷ്ഠിത മാധ്യമപ്രവർത്തനം സ്മാർട്ട് ഫോണിലൂടെ വാർത്തകളും വസ്തുതാ പരിശോധനയും എന്ന വിഷയത്തിൽ മാധ്യമപ്രവർത്തകനും ഫാക്ട് ചെക്കറും AI ട്രെയിനറുമായ ഹബീബ് റഹ്മാൻ YP ക്ലാസ് നയിച്ചു. പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം ഗുണഭോക്താവ് വിഷ്ണു S ദാസ് അനുഭവം പങ്കുവച്ചു. PIB തിരുവനന്തപുരം ഡയറക്ടർ ശ്രീമതി പാർവതി V IAS സ്വാഗതം ആശംസിച്ചു. ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആതിര തമ്പി IAS നന്ദി പറഞ്ഞു. ചേർത്തല പ്രസ് ക്ലബ് പ്രസിഡന്റ് P ദിലീപ്, സെക്രട്ടറി PP രാജേഷ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. ലേബർ കോഡുകളിലെ തൊഴിലാളി വിരുദ്ധ വകുപ്പുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് BMS പ്രക്ഷോഭത്തിലേക്ക്. ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചും ധർണയിലും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിനെതിരെ സമരവുമായി BMS. ലേബർ കോഡുകളിലെ തൊഴിലാളി വിരുദ്ധ വകുപ്പുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് BMSന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. EPF കുറഞ്ഞ പെൻഷൻ 7,500 രൂപ ആക്കുക, ESI EPF ബാധകമാക്കുന്ന ശമ്പള പരിധി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. BMS ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ആലപ്പുഴ സ്റ്റേഡിയത്തിന് സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കാര്യങ്ങൾ സമർപ്പിക്കുകയും അത് തിരുത്തണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇവിടെ പറയുന്ന വേജ് കോഡ്, സാമൂഹിക സുരക്ഷാ നിയമം, ഈ 2 കോഡുകളിലും ഇന്നേ വരെ ഇല്ലാത്ത തരത്തിൽ വളരെ തൊഴിലാളികൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. കശ്മീർ തൊട്ട് കന്യാകുമാരി വരെയുള്ള അവസാനത്തെ തൊഴിലാളിക്കും മിനിമം വേജസ് ഉറപ്പാക്കുന്നതാണ് ഈ വേജ് കോഡിൽ ഉള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, സാമൂഹിക സുരക്ഷാ പദ്ധതി സംബന്ധിച്ചും ഇതേപോലെ ഏത് തൊഴിൽ ചെയ്യുന്നവരാണെങ്കിലും അവരെ ഈ സാമൂഹിക സുരക്ഷാ പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവന്നതാണ് ഈ സോഷ്യൽ സെക്യൂരിറ്റി കോഡ്. അതുകൊണ്ട് ഈ 2 കോഡുകളും അടിയന്തരമായി നടപ്പിലാക്കണം എന്ന് ഭാരതീയ മസ്ദൂർ സംഘം അന്ന് തന്നെ ആവശ്യപ്പെട്ടു. തുടർന്ന് കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ ESI കോർപ്പറേഷൻ ബോർഡ് മെമ്പറും BMS ദേശീയ സമിതി അംഗവുമായ S ദ്വരൈരാജ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K ചന്ദ്രലത, സംസ്ഥാന സമിതി അംഗം മോഹനൻ എന്നിവർ സംസാരിച്ചു. മാർച്ചിന് ജില്ലാ പ്രസിഡന്റ് N ദേവദാസ്, സെക്രട്ടറി G ഗോപകുമാർ, ബിനീഷ് ബോയ്, B രാജശേഖരൻ, C ഗോപകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ് ആലപ്പുഴ. ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആലപ്പുഴ മങ്കൊമ്പിലാണ് സംഭവം. അമ്പലപ്പുഴ സ്വദേശി പ്രസന്നകുമാറിന്റെ കാറാണ് കത്തിയത്. ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മങ്കൊമ്പ് വികാസ് മാർഗ് റോഡിൽ കണ്ണാടി പടിഞ്ഞാറേമഠം ക്ഷേത്രത്തിന് സമീപത്താണ് സംഭവം. പുളിങ്കുന്നിലെ അരിപ്പൊടി നിർമ്മാണശാലയിലെ ജീവനക്കാരനായ അമ്പലപ്പുഴ സ്വദേശി പ്രസന്നകുമാറിന്റെ കാറാണ് കത്തിയത്. ഇന്ധന ടാങ്കിലുണ്ടായ ലീക്കാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക സൂചന. കാർ പൂർണ്ണമായും കത്തിയമർന്നു. പുളിങ്കുന്ന് പോലീസും നാട്ടുകാരും എത്തിയാണ് തീയണച്ചത്. റോഡിൽ വെള്ളക്കെട്ടുള്ള സമയത്ത് ഏറെ ദിവസം കാറുമായി വെള്ളക്കെട്ടുള്ള റോഡിലൂടെ പോയിട്ടുണ്ടെന്ന് പ്രസന്നകുമാർ പറഞ്ഞു. ടൈം ന്യൂസ് ആലപ്പുഴ. ചേർത്തല സെൻട്രൽ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ സ്വാതന്ത്ര്യദിന പരിപാടി വേറിട്ടതായി. ഒരാഴ്ച നീളുന്ന വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരുക്കിയത്. ചേർത്തല സെൻട്രൽ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെയും ഹിദായത്തുൽ ഇസ്ലാം മദ്രസയുടെയും ആഭിമുഖ്യത്തിൽ നടത്തിയ സ്വാതന്ത്ര്യദിന പരിപാടി ശ്രദ്ധേയമായി. സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരം, ദഫ് പ്രോഗ്രാം, ഫ്ലവർ ഷോ എന്നിവയാണ് ഒരുക്കിയത്. ചേർത്തല ജമാഅത്ത് പ്രസിഡന്റ് B ഫൈസൽ പതാക ഉയർത്തി. സെക്രട്ടറി NB ബദറുദ്ദീൻ സ്വാഗതം പറഞ്ഞു. മദ്രസ സദർ ഫസൽ റഹ്മാൻ അസ്ഹരി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഇമാം ഷിഹാബുദ്ദീൻ നിസാമി, അബ്ദുൽ നാസർ നിസാമി, KN അബ്ദുൽ ഖാദർ, മുഹമ്മദ് കുഞ്ഞിനൈന എന്നിവർ പങ്കെടുത്തു.
സാധാരണ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തുന്നതിൽ നിന്നും വ്യത്യസ്തമായ രൂപത്തിലാണ് ഇത്തവണ പരിപാടി സംഘടിപ്പിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സാധാരണ പതാക ഉയർത്തി മധുരപലഹാരം വിതരണവും ചെയ്ത് പിരിഞ്ഞു പോകാറുള്ള പരിപാടികളിൽ നിന്നും വ്യത്യസ്തമായി ദഫും ഫ്ലവർ ഷോയും വ്യത്യസ്തത പുലർത്തി. അഭിമാനമാണ് ഇന്ത്യ എന്ന സന്ദേശത്തിലാണ് ഒരാഴ്ച നീണ്ടുനിന്ന പരിപാടി സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി പരിസര ശുചീകരണം, ലഹരിവിരുദ്ധ ബോധവൽക്കരണം, ദേശസ്നേഹം, വിളിച്ചോതുന്ന സന്ദേശങ്ങൾ എന്നിവയും നടന്നു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തലയിൽ KSRTC ബസ് സ്റ്റേഷനിൽ നിന്ന് പുതിയ പ്രിയദർശിനി സർവീസുകൾ ആരംഭിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. ചേർത്തല KSRTC ഡിപ്പോയിൽ നിന്ന് പുതിയ പ്രിയദർശിനി സർവീസുകൾക്ക് തുടക്കം. ഡെപ്യൂട്ടി സ്പീക്കർ അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. അപ്പോൾ ഇനി ഞാൻ ഒരു കാര്യം കൂടി, ഒരു സൂചന കൂടി തരാം. 2 പ്രിയദർശിനി ബസ്സാണ് നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. എല്ലാ കാര്യങ്ങളിലും ജനങ്ങൾക്കൊപ്പം നിന്ന് സഹകരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സജീവമായി നമ്മൾ പരിഹരിക്കും. അതിന് മുമ്പായിട്ട് ഒരു 2 പ്രഖ്യാപനമല്ല, 2 അറിയിപ്പും കൂടി ഞാൻ തരികയാണ്. ഏറ്റവും ഒന്ന്, ഞങ്ങൾക്ക് വേളാങ്കണ്ണി ബസ് അനുവദിച്ച് തന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ നല്ല ബസ്സിലേ പോകുള്ളൂ. വേളാങ്കണ്ണിക്ക് ഹീലക്സ് ബസ് പോലെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് എത്രയും പെട്ടെന്ന് തന്ന് ഈ മാസം തന്നെ ഞങ്ങളുടെ ആ ആഗ്രഹം പൂർത്തീകരിക്കണം. തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് BR രജിത അധ്യക്ഷത വഹിച്ചു. പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK രാജേന്ദ്രൻ, തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PT രാധാകൃഷ്ണൻ, പാസഞ്ചേഴ്സ് അസോസിയേഷൻ ചെയർമാൻ വേളൂർവട്ടം ശശികുമാർ, സെക്രട്ടറി സ്മിത മേനോൻ, അഡ്വക്കേറ്റ് TH സലാം, CR സാനു, ATO OA ദിനേശ്, ബിനുമോൻ, പ്രസിഡന്റ് സൈജു ഔസേബ്, അജിത തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. കടക്കരപ്പള്ളിയിലെ കർഷക ദിനാഘോഷം ശ്രദ്ധേയമായി. പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിലാണ് ദിനാഘോഷം ഒരുക്കിയത്. വിവിധ കർഷക അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. കടക്കരപ്പള്ളി പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. കണ്ടമംഗലം ആരാധന കൺവെൻഷൻ സെന്ററിലായിരുന്നു കർഷക ദിനാചരണ പരിപാടി നടന്നത്. ആലപ്പുഴ MP KC വേണുഗോപാൽ ഓൺലൈനായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ചേർത്തല MLA P പ്രസാദ് അധ്യക്ഷനായി. നമ്മുടെ എല്ലാവരുടെയും വിശപ്പ് പരിഹരിക്കുന്നത് കർഷകന്റെ അധ്വാനത്തിലാണ്. കർഷകന്റെ അധ്വാനത്തിൽ നിന്നാണ് നമ്മുടെ വിശപ്പിന് ഇന്നും അസ്തമനം ഉണ്ടാവുന്നത്. നാളെ വീണ്ടും വിശപ്പ് ഉദിക്കുകയും കർഷകൻ അധ്വാനിക്കുന്നതുകൊണ്ട് വിശപ്പ് അസ്തമിക്കുകയും ചെയ്യും. നമ്മുടെ വിശപ്പ് അസ്തമിക്കുന്നു എന്നുള്ളത് കർഷകന്റെ അധ്വാനത്തിലാണ് ഉള്ളത്. ഇവിടെയാണ് കർഷകരെ നമ്മൾ ഗൗരവത്തോടെ കാണുന്നു എന്ന് പറയുന്നത്. ഈ ഗ്രാമപഞ്ചായത്ത്, കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മികച്ച കർഷകരായി തിരഞ്ഞെടുത്തിട്ടുള്ള മുഴുവൻ പേരെയും ഞാനും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. കർഷകരെ ചേർത്ത് നിർത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. നമുക്കെല്ലാം സാധ്യമാവുന്ന ഇടങ്ങളിലെല്ലാം കൃഷി ചെയ്യുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു ശീലമായി മാറേണ്ടത് അനിവാര്യമാണ്. കടക്കരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് റാണി ജോർജ് മികച്ച കർഷകരെ ആദരിച്ചു. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധർമ്മണി തമ്പാൻ പച്ചക്കറി തൈ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സുമാ റാണി പദ്ധതി വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സന്ധ്യ ബെന്നി, കടക്കരപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേഷ് B തോട്ടാത്തറ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ജാൻസി ബെന്നി, KJ സെബാസ്റ്റ്യൻ, പത്മിനി പങ്കജാഷൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. കടക്കരപ്പള്ളി കൃഷി ഓഫീസർ M ആതിര സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് KP അബിൻ നന്ദിയും പറഞ്ഞു. മീഡിയ, ചേർത്തല. തുറവൂർ പറയക്കാട് സൗഹൃദ വേദിയുടെ നേതൃത്വത്തിലുള്ള ഓണാഘോഷ പരിപാടികൾ ആരംഭിച്ചു. അത്തംനാളിൽ ആരംഭിച്ച ആഘോഷ പരിപാടികൾ അവിട്ടം നാളിൽ സമാപിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. തുറവൂർ പറയക്കാട് സൗഹൃദ വേദിയുടെ നേതൃത്വത്തിലുള്ള ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം. PRC SN ട്രസ്റ്റ്, പെരിയുന്നില്ല കൂട്ടരെ, സാസ്കോ എന്നീ സംഘടനകളുടെ സഹകരണത്തോടെയാണ് നാലുകുളങ്ങര ക്ഷേത്ര മൈതാനിയിൽ ഓണാഘോഷ പരിപാടികൾ നടക്കുന്നത്. ഓഗസ്റ്റ് 16 ഞായറാഴ്ച വൈകിട്ട് പ്രച്ഛന്നവേഷ മത്സരവും സൗഹൃദ നടത്തവും നടന്നു. തുടർന്ന് ഉദ്ഘാടനം. അരൂർ MLAയും ഡെപ്യൂട്ടി സ്പീക്കറുമായ അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഓർക്കുന്നു 181 ബൂത്തുണ്ടായിരുന്നു. ആ ബൂത്തുകളിലൊക്കെ തന്നെ വോട്ട് ചോദിച്ചു പോകുമ്പോഴും ലഹരിക്കെതിരെയുള്ള ഒരു വാക്ക് പറയാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ നാടിനെ വല്ലാതെ
മോശമാക്കുന്ന വലിയ വിപത്തായിട്ട് ലഹരി മാറിയിരിക്കുന്നു. നമ്മുടെ ചുറ്റുപാടും ലഹരി മാഫിയയുടെ വേരുകൾ പടർന്ന് പതിരിച്ച് കിടക്കുമ്പോൾ ഞാനും രാഷ്ട്രീയം പറയുന്ന നമ്മുടെ ഗവൺമെന്റ് അതിനകത്ത് പ്രത്യേകമായി ഞാൻ പറയുന്നു, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം പറയുന്നു, ഇതിനകത്ത് രാഷ്ട്രീയമില്ല, ജാതിയില്ല, പിടിച്ച കൊടിയുടെ നിറമില്ല, ആർക്ക് വോട്ട് ചെയ്തു എന്നുള്ള ചോദ്യമില്ല. യുവതലമുറയെ, നമ്മുടെ തലമുറയെ രക്ഷിക്കാൻ വേണ്ടി നമ്മളൊരു തീരുമാനമെടുത്തിരിക്കുന്നു, ഓപ്പറേഷൻ തൂഫാൻ. സംഘാടക സമിതി ചെയർമാൻ കെ രാജീവൻ അധ്യക്ഷനായി. കൺവീനർ സി സുരേഷ് സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൃഷ്ണദാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ രാജകല, ഷെറീഫ്, നാലുകുളങ്ങര ദേവസ്വം പ്രസിഡന്റ് തിരുമല വാസുദേവൻ, സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി സലിം, SN ട്രസ്റ്റ് സെക്രട്ടറി KR സുഗതൻ, പിരിയുന്നില്ല കൂട്ടരെ സെക്രട്ടറി N നവീൻ, സാസ്കോ പ്രസിഡന്റ് DN മുജീബ് എന്നിവർ ആശംസകൾ നേർന്നു. PRC വൈസ് പ്രസിഡന്റ് KS സിദ്ധാർത്ഥൻ നന്ദി പറഞ്ഞു. തുടർന്ന് ഓണക്കിറ്റും ഓണക്കോടി വിതരണവും നടന്നു. ഫുട്ബോൾ മത്സരവും ആരംഭിച്ചു. ആഗസ്റ്റ് 16 മുതൽ ഓഗസ്റ്റ് 25 വരെയാണ് ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്നത്. ടൈം ന്യൂസ്, ചേർത്തല. JCB ഹിറ്റാച്ചി ഓണേഴ്സ് അസോസിയേഷൻ ചേർത്തല മേഖലയുടെ വാർഷിക പൊതുയോഗം നടന്നു. ചേർത്തല MLA P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. JCB ഹിറ്റാച്ചി ഓണേഴ്സ് അസോസിയേഷൻ ചേർത്തല മേഖലയുടെ വാർഷിക പൊതുയോഗം ചേർത്തല MLA P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സാധാരണഗതിയിൽ മുൻവശം കൊണ്ട് ചെയ്യുന്ന പരിപാടി മാത്രമല്ല, യന്ത്രത്തിന്റെ അതിന്റെ പിൻവശം കൊണ്ടും ഈ ബാക്ക് ഹോൾ ഓർഡർ എന്ന് പറയുന്നത് ഫ്രണ്ടിൽ മാത്രമല്ല ബാക്ക് കൊണ്ടും ചെയ്യുന്ന മണ്ണ് മാറ്റാനും കുഴിക്കാനും കഴിയുന്ന. മുൻവശം കൊണ്ട് മണ്ണ് മാറ്റുമ്പോൾ പുറകുവശം കൊണ്ട് കുഴിക്കുന്ന തരത്തിലേക്കൊക്കെ എത്തുന്ന തരത്തിൽ ഇതെല്ലാം ചെയ്യുന്നു എന്നുള്ളത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് രണ്ട് തരത്തിലും ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു യന്ത്രം ഈ മനുഷ്യൻ കണ്ടുപിടിച്ചതുകൂടിയാണ് JCB ലോകത്തെല്ലായിടത്തും വന്നത്. ഇവിടെ നേരത്തെ ഇവിടെ റജിമോൻ സൂചിപ്പിക്കുകയുണ്ടായി എന്തെല്ലാം രംഗങ്ങളിലേക്ക് കാര്യങ്ങളിലേക്ക് അതെല്ലാം ഉൾപ്പെടുത്തി നിൽക്കുന്നു എന്നതെല്ലാം. നമ്മുടെ ദുരന്ത മേഖലയിലടക്കം അത് പ്രയോജനപ്പെടുന്നുണ്ട് എന്നുള്ള പറയുകയുണ്ടായി. റോഡ് നിർമ്മാണത്തിന്റെ കാര്യത്തിൽ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത് മാറ്റുന്ന കാര്യത്തിൽ പ്രളയം പോലുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ കെട്ടിടങ്ങളുടെ തകർച്ച ഉണ്ടാകുമ്പോൾ ഒക്കെ നമുക്ക് JCB അത്യന്താപേക്ഷിതമായ ഒന്നായി വരുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഹിറ്റാച്ചി, ജപ്പാൻകാരുടെ ഈ ഹിറ്റാച്ചി എന്നുള്ളത് ഞാൻ ഇവിടെ സൈഡിൽ അതും ടാറ്റയുമായിട്ടാണ് ഇപ്പോൾ കൊളാബറേറ്റ് ചെയ്ത് ഹിറ്റാച്ചി നമ്മുടെ നാട്ടിൽ ഇറക്കുകയൊക്കെ ചെയ്യുന്നത് തന്നെ. അപ്പോൾ എത്ര ആയിരക്കണക്കിന് ടൺ മണ്ണ് നീക്കം ചെയ്യേണ്ടി വന്നാലും വലിയ മലയുടെ ഭാഗങ്ങൾ നീക്കുന്നത് വളരെ കരുത്തോട് കൂടിയിട്ടാണ് ഹിറ്റാച്ചി എന്നുള്ള യന്ത്രം പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഇവിടെ ഈ ആധുനിക രീതിയിലുള്ള ഏറ്റവും കരുത്തുള്ള ഇത്തരം യന്ത്രങ്ങൾ നമ്മൾ വരുമ്പോൾ അത് നാട്ടിലെത്തിച്ച് ഈ പ്രവർത്തനം ഈ യന്ത്രം ഒന്നും തന്നെ ജോലി ചെയ്യുന്നില്ല എന്നുള്ളതും ആ യന്ത്രത്തിലെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഓപ്പറേറ്റർമാരുണ്ട് എന്നുള്ളതും ആ ഓപ്പറേറ്റർമാർ ഇതിന്റെ യഥാർത്ഥ ശക്തിയാണ് എന്നുള്ളതും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. ഒരു വലിയ യന്ത്രമാണിതല്ല. ഈ വലിയ യന്ത്രങ്ങളൊക്കെ വാങ്ങി രംഗത്തേക്ക് ഉടമയുടെ റിസ്ക് ഉണ്ട്. അതും ചെറിയ കാര്യമൊന്നും. അരൂരിൽ നിന്ന് ആരംഭിച്ച JCB വാഹന ജാഥയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പൻ ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു. വൈകിട്ട് ചേർത്തല കാർത്തിയായനി ദേവീക്ഷേത്ര മൈതാനത്ത് നടന്ന സമ്മേളനത്തിൽ സെക്രട്ടറി KK സിറാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് റജിമോൻ മുഖ്യപ്രഭാഷണം നടത്തി. സുജിത്, വിപിൻ എന്നിവർ സംസാരിച്ചു. നിർമ്മാണ മേഖലയിലെ നിലവിലുള്ള പ്രശ്നങ്ങളും JCB ഹിറ്റാച്ചി മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമവും യോഗം വിശദമായി ചർച്ച ചെയ്തു. തുടർന്ന് JCB ഹിറ്റാച്ചി എന്നിവയുടെ വാടക നിരക്ക് പുതുക്കി നിശ്ചയിച്ചു. JCB 1 മണിക്കൂറിന് 1600 രൂപയും മിനിമം 2 മണിക്കൂർ 3500 രൂപയായും, ഹിറ്റാച്ചി 1 മണിക്കൂറിന് 1500 രൂപയും മിനിമം 2 മണിക്കൂർ 4500 രൂപയായും യോഗം പുതുക്കി നിശ്ചയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല വാർനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കാർഷിക വായ്പാ വിതരണവും വിദ്യാർത്ഥികൾക്കായുള്ള മെറിറ്റ് അവാർഡ് വിതരണവും നടന്നു. വാർനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ നടന്ന പരിപാടി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R നാസർ ഉദ്ഘാടനം ചെയ്തു. വാർനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കാർഷിക വായ്പാ വിതരണവും വിദ്യാർത്ഥികൾക്കുള്ള മെറിറ്റ് അവാർഡ് വിതരണവും നടന്നു. വാർനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ നടന്ന പരിപാടി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R നാസർ ഉദ്ഘാടനം ചെയ്തു. എല്ലാ സഹകരണ സംഘവും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ സഹകരണ സംഘത്തിലുള്ള വിശ്വാസം ജനങ്ങൾക്കുള്ളതുകൊണ്ട് തന്നെ ജനങ്ങൾ ഡെപ്പോസിറ്റ് നല്ല രൂപത്തിൽ നമ്മുടെ സഹകരണ ബാങ്കിൽ നൽകുന്നുണ്ട്. ഇവിടെയും നല്ല രൂപത്തിൽ ഡെപ്പോസിറ്റ് തരുന്നുണ്ട്. തരുന്ന ഡെപ്പോസിറ്റ് നമുക്ക് കൃത്യമായി വായ്പയായി കൊടുക്കാൻ കഴിയും. വായ്പയായി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സംഘം പ്രതിസന്ധിയിലാവും. കാരണം ഈ ഡെപ്പോസിറ്റിന് പലിശ കൊടുക്കണമല്ലോ. അപ്പം നമുക്ക് വരുമാനം ഉണ്ടാകണമെങ്കിൽ ഈ വായ്പ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ വായ്പ നമ്മൾ കൊടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വായ്പാ പദ്ധതിയാണിത്. ഇത് സാധാരണക്കാരായ പാവപ്പെട്ട ആൾക്കാർക്ക് സഹായകരവും. നമ്മുടെ സംഘത്തിൽ ഒരു 10, 30, 40 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എത്ര ലക്ഷം രൂപയാണ്
ഓരോ വർഷവും ഇങ്ങനെ വായ്പയായി കൊടുക്കാൻ കഴിയും. അങ്ങനെ കൊടുക്കുന്നവർ അവരൊന്നിച്ചല്ല, ഗഡുക്കളായിട്ട് ഈ തിരിച്ചടയ്ക്കുകയാണ്. അതും ഈ സംഘത്തിൻ്റെ പ്രവർത്തനത്തിന് വളരെ സഹായകരമാണ്. അപ്പം പൊതുവിൽ സംഘങ്ങൾക്കും ഇതിലെ അംഗങ്ങൾക്കും അതുപോലെ ഇതിലെ ഓരോ വായ്പ എടുക്കുന്ന ഓരോ ഗുണഭോക്താവിനും കൂട്ടായി പ്രയോജനം ചെയ്യുന്ന ഒരു വലിയ പദ്ധതിയാണ് ഈ പദ്ധതി. അപ്പോൾ തീർച്ചയായും വളരെ നല്ല രൂപത്തിൽ ഈ ബാങ്ക് ഈ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ബാങ്ക് നടപ്പിലാക്കുന്ന മറ്റ് പദ്ധതികളെക്കുറിച്ചെല്ലാം പറഞ്ഞു. അതിലെ ഏറ്റവും നല്ല രൂപത്തിൽ ബാങ്ക് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചിട്ടി. നല്ല രൂപത്തിൽ ചിട്ടി നടത്തുന്നുണ്ട്. ഈ ചിട്ടിയിൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് പേര് കാശുണ്ടാക്കണം. നമ്മുടെ ഈ പല സ്ത്രീകളും ഇപ്പം കാശുണ്ടാക്കുന്നവർ എല്ലാം ഏർപ്പാടായി ചിട്ടിക്ക് നമ്മൾ ചേരുന്നു. ഇപ്പം 5 ലക്ഷത്തിൻ്റെ 2 ലക്ഷത്തിൻ്റെ ചിട്ടിക്ക് നമ്മൾ ചേർന്നു. 1 or 2 ചിട്ടി അടിക്കുമ്പോഴേ ഇത് നമ്മൾ കുറിയടിക്കും. കുറിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പം ചിട്ടി വന്നാൽ യാതൊരു കാരണവശാലും പണം മേടിക്കരുത്. ആ പണം ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. 2025-26 അധ്യയന വർഷത്തിൽ SSLC+2 ഡിഗ്രി മെഡിസിൻ തുടങ്ങിയ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയ ബാങ്ക് അംഗങ്ങളുടെ മക്കൾക്കുള്ള ക്യാഷ് അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് AK പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. മെറിറ്റ് അവാർഡ് വിതരണം ചേർത്തല അസിസ്റ്റന്റ് രജിസ്ട്രാർ സൂപ്രണ്ട് സജിമോൻ P നിർവഹിച്ചു. M കുഞ്ഞപ്പൻ പാറപ്പുറം, R രജനി, OB അനിൽകുമാർ, PV റോയ്, P ജയേഷ്, KC സതീഷ്, മനോഹരി പ്രകാശൻ, S ശരത്കാന്ത്, ബാസുര രാധാകൃഷ്ണൻ, CP കോമളൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. വൈസ് പ്രസിഡന്റ് KG ഷാജി സ്വാഗതവും ബാങ്ക് സെക്രട്ടറി ദീപ്തി ദിമിത്രോ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ടൈം ന്യൂസ് ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹരിപ്പാട് കരുവാറ്റയിൽ വൃദ്ധനെ കൊലപ്പെടുത്തിയത് കൗമാരക്കാരുടെ സംഘമെന്ന് പോലീസ് കണ്ടെത്തൽ. കൊല്ലം സ്വദേശി ശിവൻകുട്ടിയെ കൊലപ്പെടുത്തിയത് പരവൂർ സ്വദേശികളായ 3 വിദ്യാർത്ഥികളും ശിവൻകുട്ടിയുടെ ബന്ധുവായ 13-കാരിയും ചേർന്നാണെന്ന് പോലീസ്. ചേർത്തല റെയിൽവേ സ്റ്റേഷന് മുൻവശത്തെ ദേശീയപാത രൂപകൽപ്പന പ്രശ്നം. ഉന്നതതല യോഗം വിളിച്ച് പരിഹാരം കാണാൻ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം. DPR പരിശോധിക്കാനും നിർദ്ദേശം. സമരം 18ാം ദിവസം പിന്നിടുന്നു. ലേബർ കോഡുകളിലെ തൊഴിലാളി വിരുദ്ധ വകുപ്പുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് BMS പ്രക്ഷോഭത്തിലേക്ക്. ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിലും ധർണയിലും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആലപ്പുഴ മങ്കൊമ്പിലാണ് സംഭവം. അമ്പലപ്പുഴ സ്വദേശി പ്രസന്നകുമാറിന്റെ കാറാണ് കത്തിയത്. ചേർത്തല സെൻട്രൽ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ സ്വാതന്ത്ര്യദിന പരിപാടി വേറിട്ടതായി. ഒരാഴ്ച നീളുന്ന വൈവിധ്യമാർന്ന പരിപാടിയാണ് ഒരുക്കിയത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.